തോമസ് തോപ്പിൽക്കുടി എന്നുള്ള പേര് ഓഡിയോ കാസറ്റുകൾ എപ്പോഴെങ്കിലും ഇട്ട് കേട്ടിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം. ഈ ഓഡിയോ കാസറ്റിന്റെ കാലഘട്ടത്തിൽ കാസറ്റിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും പേരുകൾ പറയലേ ഉള്ളൂ. ഇവരുടെ മുഖം എല്ലാവർക്കും പരിചിതമല്ല. പക്ഷെ ഈ കാസറ്റിന്റെ കവറിൽ വരുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ കണ്ടിട്ട് മുഖം കാണാപ്പാടം പഠിച്ച് അങ്ങനെ നമ്മൾ ആഗ്രഹത്തോടെ ചെന്ന് കണ്ടിട്ടുള്ള ആളുകളിൽ ഒരാളാണ്. ഒരുപാട് ഓഡിയോ കാസറ്റുകൾ, ടെലിവിഷൻ പരിപാടികൾ, പല സിനിമകളിലും കോമഡി കുറവാണെന്ന് തോന്നിയാൽ കോമഡി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയി എഴുതിക്കുക. അങ്ങനെയുള്ള ഒരുപാട് മേഖലയിൽ വളരെ ശക്തമായ സാന്നിധ്യമായിട്ടുള്ള ഒരാളാണ് തോമസ് തോപ്പിൽക്കുടി എന്ന് പേരുള്ള ഈ നിൽക്കുന്ന മനുഷ്യൻ. വെൽക്കം. ഇനി ധർമ്മജൻ വേറൊരാളെ തല്ലിയ കേസിന് ഒളിവിൽ പോയിട്ടൊരു ഹോട്ടലിൽ താമസിച്ചു. ധർമ്മൻ ആ കേസിൽ പങ്കൊന്നുമില്ല. പക്ഷെ ഇവനെയൊക്കെ 10-15 പേരുണ്ട് ഒരു കൂട്ടത്തിൽ, അതിൽ ഇവനും ഉണ്ട്. ഇവൻ ഒളിവിൽ പോയി താമസിച്ചപ്പോൾ അപ്പുറത്തെ മുറിയിൽ ഒരു എഴുത്തുകാരൻ TV പരിപാടിയൊക്കെ കാസറ്റ് എഴുതുന്നുണ്ട്. ആ എഴുത്തുകാരൻ ഇച്ചിരി മടിയുള്ള എഴുത്തുകാരനാണ്. പോക്കറ്റ് കയറ്റി ഇങ്ങനെ നടന്ന് പറയുമ്പം വേറൊരാൾ എഴുതിയെടുക്കാനുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പൊ എഴുതിയെടുക്കുന്ന പയ്യന്റെ കയ്യക്ഷരം രണ്ടാമത് അവന് തന്നെ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒളിവിൽ താമസിക്കുന്ന പയ്യന്റെ കയ്യക്ഷരം നല്ലതായതുകൊണ്ട് ഈ പയ്യൻ അപ്പുറത്തെ മുറിയിൽ എഴുതാൻ വേണ്ടി പോയി. അങ്ങനെ എഴുതാൻ വേണ്ടി പോയ പയ്യനാണ് ഈ നിൽക്കുന്ന ധർമ്മജൻ പോൽകാട്ടി. ആ എഴുത്തുകാരനാണ് തോമസ് തോപ്പിൽക്കുടി. ധർമ്മജൻ പറയട്ടെ. ഞാനൊന്നുമല്ല, മിമിക്രിയിൽ കയറി വരുന്ന ഒരു സമയത്ത്, മിമിക്രി തുടങ്ങിയ സമയത്ത് കാസറ്റുകൾ കണ്ട്, തോമസ് തോപ്പിൽക്കുടി എന്നുള്ള പേര് കണ്ട്, തോമസ് ചേട്ടൻ്റെ കാസറ്റുകൾ കണ്ട് ഇങ്ങനെ ആവേശം മൂത്ത് നടക്കുന്ന സമയത്ത് എന്നൊരു കാസറ്റിന്റെ പുറകിൽ സ്റ്റാമ്പ് സൈസ് ഫോട്ടോയാണ്. ആ സ്റ്റാമ്പ് സൈസ് ഫോട്ടോ വരാൻ വേണ്ടി ആഗ്രഹിച്ച് നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ 12 പേരുടെ ഫോട്ടോ ഒരു കാസറ്റ് പരമാവധി വരുള്ളൂ. അത് ഏറ്റവും ചെറുതായിരിക്കുള്ളൂ. സ്റ്റാമ്പ് സൈസ് എന്ന് പറഞ്ഞാൽ അതാണ്. അത്രയും ചെറിയ ഫോട്ടോ വരുമ്പോ അത് വരാൻ ആഗ്രഹിച്ച് നടന്ന ആൾക്കാരാണ് മിമിക്രിക്കാരെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, വിഷാരുടെ ഉൾപ്പെടെ അല്ല. അന്നൊക്കെ ഏറ്റവും കൂടുതൽ കാസറ്റ് ചെയ്യുന്ന ആളാണ് തോമസ് തോപ്പിൽക്കുടി എന്ന് പറയുന്നത്. രചന തോമസ് തോപ്പിൽക്കുടി എന്ന് പറയുന്നത്. അത് കലാഭവന്റെ കാസറ്റ് ആയാലും, നാദൃഷയുടെ കാസറ്റ് ആയാലും, ദിലീപേട്ടൻ്റെ കാസറ്റായാലും എല്ലാം എഴുതുന്നത് തോമസ് ചേട്ടനാണ്. അന്ന് മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് തുടങ്ങിയുള്ള എല്ലാവരുടെ ഷോകൾ എഴുതുന്നത്, പുറത്തേക്ക് പോകുന്ന, വിദേശത്തേക്ക് പോകുന്ന ഷോകൾ, ഇവിടുത്തെ ഷോകൾ, അങ്ങനെ വലിയ വലിയ ഷോകളൊക്കെ എഴുതുന്ന ആള് തോമസ് തോപ്പിൽക്കുടിയാണ്. അങ്ങനെയുള്ള ഒരാളുടെ അടുത്താണ് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയത്. ഞാൻ നിഴല് പോലെ ഒരു 96 തുടങ്ങി 10 വർഷം നിഴല് പോലെ ഞാൻ തോമസ് ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടുന്ന് നേരെ ഈ വണ്ടി തോമസ് ചേട്ടൻ അവസാനം തളച്ച് ഭിത്തി തെറിച്ചപ്പോൾ ഞാൻ പറിച്ചെടുത്തോണ്ട് പോവാണ് അവിടുന്ന് ചെയ്തത്. കാസറ്റുകളെ പറ്റി ഇപ്പൊ ധർമ്മജൻ പറഞ്ഞല്ലോ. ഒരു സിനിമ ഇറങ്ങുന്നത് പോലെ വഴി മുഴുവൻ 6 ഷീറ്റ് പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഇറങ്ങിയ ഒരു കാസറ്റാണ് ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു കാസറ്റ്, ഓഡിയോ കാസറ്റ്. ടൈറ്റാനിക് എന്ന് പറഞ്ഞ കാസറ്റ് ടൈറ്റാനിക് സിനിമ ഹിറ്റായ പോലെ തന്നെ കേരള സംസ്ഥാനം മുഴുവൻ ഏറ്റവും കൂടുതൽ കോപ്പി വിറ്റുപോയിട്ടുള്ള ഒരു ഓഡിയോ കാസറ്റാണ്. അത് എഴുതിയ ആളാണ് തോമസ് തോപ്പിൽക്കുടി എന്ന് പറയുന്ന ആള്. അതിന്റെ കാസറ്റൊക്കെ ഇപ്പോഴും എന്റെ ഉണ്ട് കേട്ടോ, വീട്ടില്. വെറുതെ കാസറ്റ് അല്ല, വർക്ക് ചെയ്യുന്ന കാസറ്റും ടേപ്പ് റെക്കോർഡറും ഉണ്ട് എന്റെ. മാവേലി കൊമ്പത്തെന്നുള്ള കാസറ്റ് നിരന്തരം എഴുതിക്കൊണ്ടിരുന്നത് തോമസ് തോപ്പിൽക്കുടിയായിരുന്നു. നേതൃത്വത്തിലായിരുന്നു. മാവേലി കൊമ്പത്ത് ഒരു 10 വർഷത്തിൽ 10 ഭാഗങ്ങൾ ചെയ്തു. ഈ ധർമ്മജനെ കൊണ്ടു നടക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അനുഭവം എന്തായിരുന്നു തോമസ് ചേട്ടാ? ധർമ്മജൻ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഞങ്ങളൊരു ചേട്ടനിയൻ ബന്ധമാണ് ധർമ്മനായിട്ടുള്ള. ഈ പിഷാരടി പറഞ്ഞാൽ അങ്ങനെ കള്ളക്കേസ് അങ്ങനെ പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഇവൻ എന്തിനും വേണ്ടി ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് പാർട്ടിയുടെ. അപ്പോൾ അന്ന് ഇവരുടെ വീടിൻ്റെ ഭാഗത്ത് ഒരു കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുടിവെള്ള പ്രശ്നത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്നിട്ട് യുവജനങ്ങൾക്ക് സംഘടനയൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ അതിന് സമരം പരിപാടിയൊക്കെ ഇങ്ങനെ നടന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു ലാത്തി ചാർജ് പ്രശ്നം ഉണ്ടായി, 2 പാർട്ടികൾ തമ്മിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ധർമ്മജൻ മുൻപന്തിയിൽ നിൽക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ധർമ്മൻ്റെ അടുത്ത് സംഗതി സീരിയസ് ആയി കഴിഞ്ഞപ്പോൾ കാരണം ഇത് കേസായി പിന്നീട് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളുടെ ലിസ്റ്റിൻ്റെ അകത്തൊക്കെ ധർമ്മജൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ കാസറ്റൊക്കെ എഴുതി അങ്ങനെ പരിചയമുണ്ടായിരുന്നു. 8 സുന്ദരികളും ഞാനെന്ന് പറയുന്ന സീരിയല് അതില് എഴുതിണ്ട്. അതില് പൊന്മാൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിരുന്നു ധർമ്മജൻ ചെയ്തത്. അതെനിക്കിതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പൊന്മാൻ ജാഫർക്ക് ഇടയ്ക്ക് ഒഴിവാണെങ്കിൽ പൊന്മാൻ കയറി വരുന്നത്. ഇടയ്ക്ക് ഏതൊരു പോയിന്റിൽ
തോമസ് ചേട്ടൻ തന്നെ വേറെ പണിക്കൊക്കെ പോയി. ഇതിനകത്തുനിന്നൊരു റൗണ്ട് എടുത്ത് ചില പൊതുപ്രവർത്തനം, സാമൂഹിക സേവനം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റൗണ്ട് പോയി. പിന്നെ വീണ്ടും ഒരു സിനിമയുടെ എഴുത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ തിരിച്ചു വന്നിരിക്കുന്നു. ധർമ്മനെ കൊണ്ട് തോമസ് ചേട്ടൻ ഉണ്ടായിരുന്ന ഉപദ്രവം എന്തായിരുന്നു? ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചോദിച്ചറിയണ്ടേ ധർമ്മ എന്തായാലും ചെയ്തിട്ടുണ്ട്. അതല്ല, ഈ ധർമ്മൻ എപ്പോഴും എൻ്റെ കൂടെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടെ ഒരുമിച്ച് കിടന്ന് ഉറങ്ങുന്ന, ഒരുമിച്ച് യാത്ര ചെയ്ത് വീട്ടിൽ ഫുൾ സ്വാതന്ത്ര്യം. ധർമ്മനെ ഒക്കെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇങ്ങനെ, ചേട്ടാ എൻ്റെ മനസ്സിൽ ഒരാളെ കയറ്റി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അയാളെ വീട്ടിൽ കയറ്റുള്ളൂ. ധർമ്മൻ്റെ ഒരു വലിയൊരു ആപ്തവാക്യമാണ് അത്. ഈ കേരളത്തിലുള്ള എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളുടെയും പാസ്പോർട്ടിന്റെ കോപ്പി പുള്ളിയുടെ അത് മീഡിയ എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഈ ട്രൂപ്പില് ഓരോ ട്രൂപ്പിലും എല്ലാ വർഷവും ഒരു ട്രൂപ്പില് നല്ല ആർട്ടിസ്റ്റുകളെ വേറെ ട്രൂപ്പുകൾ പോക്കും. ഈ ട്രൂപ്പിലൊരു 8 പേര് കളിക്കുന്നു. ഈ 8-ൽ 3 പേര് ലീഡിങ്, ആ മേഖലയിലെ സൂപ്പർ സ്റ്റാറുകളായിരിക്കും. അവരെ വേറെ ട്രൂപ്പ് വിളിക്കും, കുറച്ച് പൈസ 100 രൂപ കൂട്ടിത്തരാന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പൊ അവർ ആ ട്രൂപ്പിൽ പോകും. ഈ ട്രൂപ്പിൽ അടുത്ത വർഷം നല്ല ആർട്ടിസ്റ്റ് ഇല്ല, പാടുവിടും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ വർഷം ഈ ട്രൂപ്പിൽ നിന്ന് വേറെ ട്രൂപ്പിലേക്ക് പോകാൻ ഒരു ചെറിയ പ്ലാൻ ഉണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ ഈ ട്രൂപ്പിന്റെ ഓണറെ നമ്മളെ കാണുമ്പം, നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ, ഒരു കാര്യമുണ്ടോ, ഇങ്ങനെ ഞെക്കിയിട്ട് പോകും. നമ്മളോർക്കും അടുത്ത കൊല്ലം ദുബായ് ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഈ ട്രൂപ്പിൽ നിന്ന് പോകത്തേ ഇല്ല. നമ്മൾ അവിടെ തന്നെ നിൽക്കും. എല്ലാ കൊല്ലവും 8 പേരെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തിയിട്ട് പാസ്പോർട്ട് ഉണ്ടോ, ഈ ഉണ്ടെന്ന് പറഞ്ഞ് ഈ പാസ്പോർട്ട് കക്ഷത്തി വെച്ച് അവിടെ നിൽക്കുന്നതല്ലാതെ ഒന്നുമില്ല. ഈ പാസ്പോർട്ടിന്റെ കോപ്പി കൊടുത്തെന്ന് പറഞ്ഞ കൂടെ തന്നെ പറയാം, ഒരുപാട് പേരെ ഗൾഫ് കൊണ്ടേ കാണിച്ചിട്ടുള്ള ഒരാളാണ് പരിപാടിയായിട്ട് ബന്ധപ്പെട്ട്. അതെ അതെ അതെ. പിഷാരടിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സലിംകുമാർ കൊച്ചിൻ സ്റ്റാലിയൻസ് ട്രൂപ്പ് തുടങ്ങിയ സമയത്ത് സലിംകുമാറിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ വിളിച്ചു. അപ്പോൾ സലിംകുമാറിൻ്റെ നാടക ട്രൂപ്പുണ്ട്, ഇതുണ്ട്. അപ്പോൾ സലിംകുമാർ പറഞ്ഞു സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഡയറക്ഷൻ നീ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഷോക്കാടൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി. അപ്പോൾ ഞാനങ്ങനെ സലിംകുമാർ വിളിച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് പിഷാരടിനെ ഫസ്റ്റ് ഞാൻ കാണുന്നത്. പിഷാരടി ആ ട്രൂപ്പിൻ്റെ മാനേജറാണ്. അന്ന് സ്റ്റേജ് പെർഫോമൻസ് ഒന്നുമില്ല, പിഷാരടി അനൗൺസ്മെന്റ് അല്ലേ, അനൗൺസ്മെന്റും 2 പെൺവേഷവും പിന്നെ ഒരു ബാഗ് ഉണ്ടാവും. പിന്നെ ട്രൂപ്പിലുള്ളവരുടെ ചീത്തയും കേൾക്കണം, കമ്മിറ്റിക്കാരുടെ ചീത്തയും കേൾക്കണം. പാവം ഒന്നും മിണ്ടൂല കേട്ടോ, ആരും ചീത്ത പറഞ്ഞാലും ഒന്നും മിണ്ടൂല, ടെൻഷനാണ്. കാരണം അതിനകത്ത് വേറെ സംഭവം ഭയങ്കര ഡെഡിക്കേഷൻ. അതായത് പിഷാരടി നമ്മൾ ശ്രദ്ധിച്ചറിയാം, അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ സിനിമ സംവിധായകരാകുമ്പോൾ വരെയുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെല്ലുന്ന സ്ഥലത്ത് ഭയങ്കരമായിട്ടുള്ള ഡെഡിക്കേഷനാണ്.